പുതിയ പാളയം മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ 1 മാസം കൂടെ വേണമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ. കച്ചവടക്കാർ ഏറ്റെടുത്ത കടകളിലെ ഫർണിഷിംഗ് ജോലികൾ കൂടെ പൂർത്തിയാക്കാനുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ കെട്ടിടത്തിൽ കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും ഇവർ പറയുന്നു. അതേസമയം പഴയ പാളയം മാർക്കറ്റിൽ നിന്നും മാറുന്നതിനെതിരെ കച്ചവടക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ പാളയം മാർക്കറ്റിലെത്തുന്ന സാധാരണക്കാർ കണ്ടത് അടച്ചിട്ട കടമുറികളാണ്. ഇത് എന്ന് തുറക്കുമെന്ന ഇവരുടെ ചോദ്യത്തിനാണ് കോർപ്പറേഷൻ അധികൃതർ വിശദീകരണം നൽകുന്നത്. ഡിസംബറോട് കൂടി എല്ലാ സംവിധാനങ്ങളും റെഡിയാവും എന്നുള്ള അവർക്ക് എന്തായാലും ഒരു 1 മന്ത് ഒക്കെ അവർക്ക് ഫർണിഷിങ്ങിന് സമയം വേണ്ടി വരാം. പാളയത്തുള്ള എല്ലാ കച്ചവടക്കാരും ഒരുമിച്ച് തന്നെ ഈ മാർക്കറ്റിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പുതിയ കെട്ടിടത്തിനെതിരെ കച്ചവടക്കാർ ഉയർത്തിയ വിമർശനങ്ങൾക്ക് കഴമ്പില്ല എന്നും കോർപ്പറേഷൻ പറയുന്നു. പാളയം മാർക്കറ്റിൽ ചെയ്യുന്ന ബിസിനസ് വോളിയത്തിൻ്റെ 0.05% പോലും ബസ്സുകളിൽ കയറി പോകുന്നില്ല. അതൊരു അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാലും അങ്ങനെ ആയില്ലല്ലോ. ഒക്കെ 2 വീലറുകളോ അല്ലെങ്കിൽ ഗുഡ്സുകളോ അതേപോലെ അത്തരം സംവിധാനങ്ങളിൽ കൂടെ തന്നെയാണ് പാളയത്തിന് സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കച്ചവടക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഈ പച്ചക്കറി വാങ്ങാൻ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വരുമോ? നിങ്ങൾ വരുമോ? ഒരു 100-150 ഉറുപ്പ് മുടക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് വരുമോ? ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് 50 ഉറുപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് അവിടുന്ന് 50 ഉറുപ്പ് കൊടുത്ത് ഇങ്ങോട്ട് വരുമോ? അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും? എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങാൻ വിചാരിക്കും. കോർപ്പറേഷൻ അനുനയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ എപ്പോഴും അനുനയത്തിൽ തന്നെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് മാറാൻ പാടില്ല എന്നതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെയും അനുനയത്തോടു കൂടി തന്നെയാണ് ഇവരെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡിസംബറിൽ പുതിയ പാളയം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതേസമയം കച്ചവടക്കാരുടെ പ്രതിഷേധത്തിൽ അയവ് വരാത്തത് പ്രതിസന്ധിയാണ്. മീഡിയ 1 കോഴിക്കോട്.